വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നിട്ടുള്ള ഒരു നൃത്തരൂപമാണ് നമ്മുടെ സൂംബ. അപ്പോൾ സൂംബ എന്ന് പറയുന്നത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ലോകത്തെ 108ഓളം രാജ്യങ്ങളിൽ ഈ നൃത്തരൂപം അവതരിപ്പിച്ചു വരുന്നു. ഇത് വിദ്യാർത്ഥികളുടെ കായികക്ഷമത നിലനിർത്താനും മാനസികമായ ആരോഗ്യത്തിനും വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ ഇത് സാമ്പാ നൃത്തമല്ല. സാമ്പാ നൃത്തത്തിൻ്റെ രീതികളൊക്കെ നമുക്കറിയാം, അത് ബ്രസീലിയൻ നൃത്തമാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് സൂംബ എന്ന് പറയുന്നത്. അത് നമ്മുടെ PEDയുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പകരം ഒരു ലഘുവായ നൃത്തരൂപത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വരിയായി നിന്ന് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നൃത്തമാണ്. PEDയുടെ പരിപാടികളാകുമ്പോൾ പലർക്കും അതിലത്ര താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നൃത്തം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഒരു നൃത്തരൂപത്തിലൂടെ ഇത് നമ്മൾ അവതരിപ്പിക്കുന്നത്. പൊതുവിദ്യാലയമാണ്. ഇതിൽ മതസംഘടനകൾക്ക് ഒരു കാര്യവുമില്ല. ഇവിടെ നിരീശ്വരവാദമൊന്നും പഠിപ്പിക്കുന്നില്ല, അശ്ലീല നൃത്തങ്ങളൊന്നും അവതരിപ്പിക്കുന്നുമില്ല. നമ്മൾ PED അതിനകത്ത് പങ്കെടുക്കുന്നവരുടെയൊക്കെ കാര്യം നമുക്കറിയാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് മുസ്ലിമുകൾക്ക് മാത്രമുള്ളതല്ല, മുസ്ലിങ്ങൾക്കും ഉള്ളതാണ്. അപ്പം അതിനകത്ത് ട്രാക്ക് സൂട്ട് അണിഞ്ഞിട്ടൊക്കെയാണ് ഓരോ പരിപാടികളിലും ഓരോ വിദ്യാർത്ഥിനികളും പങ്കെടുക്കുന്നത്. മുസ്ലിം കുട്ടികളും പ്രകാരമുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് അത് ചിലർക്ക് മാത്രമേ അതിനകത്ത് താല്പര്യമുണ്ടാവുകയുള്ളൂ. പക്ഷെ ഒരു നൃത്തം എന്നൊക്കെ പറയുമ്പോൾ 5-6 മണിക്കൂർ പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ പഠനത്തിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു പ്രത്യേകമായ നൃത്തച്ചുവടുകൾ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഉല്ലാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതൊരു ശാരീരികമായ ഒരു ഉന്മേഷത്തിനും ഒപ്പം മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിഞ്ഞ് സ്വസ്ഥമായൊരവസ്ഥയും ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലതാണ്. ആ രീതിയിലാണ് ലോകത്തെമ്പാടും ഈ പരിപാടികൾ വിദ്യാലയങ്ങളിൽ അവതരിപ്പിച്ചു വരുന്നത്. ഇസ്ലാമിൻ്റെ ഉത്ഭവസ്ഥാനമായ സൗദി അറേബ്യയിൽ വരെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ മിക്സഡ് കോളേജുകളല്ല, മിക്സഡ് സ്കൂളുകളുമല്ല. എന്നിരുന്നാലും വിദ്യാലയങ്ങളിൽ സൂംബ നൃത്തം പെൺകുട്ടികളും അവതരിപ്പിക്കുന്നുണ്ട്, ആൺകുട്ടികളും അവതരിപ്പിക്കുന്നുണ്ട്. അവരും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ നൃത്തം അവതരിപ്പിക്കുന്നുണ്ട്. 2 രാജ്യങ്ങൾ ഒഴികെ ഇറാൻ അതുപോലെ അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെ കർശനമായ മതനിലപാടുകളുള്ള ഈ 2 രാജ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലെയും വിദ്യാലയങ്ങളിൽ ഈ സൂംബ നൃത്തം ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ വർഷങ്ങളായി അവതരിപ്പിച്ചു വരുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ തികച്ചും രാഷ്ട്രീയമായ ഒരു എതിർപ്പിൻ്റെ ഭാഗമായി മാത്രം ഇവിടെ ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഇതൊരു വലിയ ആയുധമാക്കി രംഗത്ത് പ്രവേശിക്കാനാണ് ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാർ തയ്യാറായിട്ടുള്ളത്. ഒടുവിൽ അവർ പുലിവാലി പിടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരിയാൽ മതി എന്നൊരവസ്ഥയിൽ അവർ എത്തിപ്പെട്ടു. അപ്രകാരമാണ് ഇതിനെ കഠിനമായി എതിർക്കേണ്ടതില്ല എന്ന നിലപാടുമായി മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. സമസ്ത പോലും ഇതിൽ നയപ്പെട്ട ഒരു നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സമൂഹത്തിൽ പറയപ്പെടുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, തങ്ങളുടെ ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ കുഴപ്പമില്ല എന്ന നിലക്കുള്ള സമീപനം മയപ്പെടുത്തിക്കൊണ്ടാണ് സമസ്ത പോലും രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ മുജാഹിദിൻ്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ
യൂത്ത് ലീഗിൻ്റെ നേതാക്കളായ PK ഫിറോസ്, അതുപോലെ തന്നെ ഫാത്തിമ തഹ്ലിയ തുടങ്ങിയവരൊന്നും ഇപ്പോഴും ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല.